മരിക്കാറാവുന്ന സമയത്ത് അദ്ദേഹം എഴുതിയതിൽ അള്ളാഹുവിൻ്റെ ഖജനാവിൽ സമയം വളരെ കുറവാണ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരു വിശ്വാസിയായി അപ്പം എങ്ങനെ ഒരു പേടിന്ന് വരുന്നതാണോ? അപ്പോൾ അതാണ് ഇനി ഇതിങ്ങനെ സംഭവിക്കാൻ നിങ്ങൾ പ്രായമാവണമെന്നൊന്നുമില്ല, നിങ്ങളുടെ തലയിലൊരു തേങ്ങ വീണാൽ മതി. അങ്ങനെ ഒരു കിളി പോകുന്നു എന്ന് നമുക്ക് തോന്നി അപ്പം നിർത്തുക പരിപാടി. നമ്മളിത് എന്തുകൊണ്ട് ഇപ്പോൾ കൂടുതൽ കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വന്നുകൊണ്ടല്ല, സമൂഹം മാറുകയാണ്. ബിൽഡിങ്ങിനെ മുകളിൽ നിന്നെടുത്ത് താഴേക്ക് ഇട്ട് കൊല്ലണം എന്നാണ് പറയുക. അതാണ് അതിലെ നിയമം പറയുന്നത്. അപ്പോൾ അത് ശരിയാണോ? ആരിഫ് ഹുസൈൻ എന്ന മനുഷ്യൻ്റെ ഏറ്റവും വലിയ പേടി എന്താണ്? നമുക്ക് ഏറ്റവും ഭയമുള്ള കാര്യം അതാണ്. അതുകൊണ്ട് അതിന് ഏറ്റവും കൂടുതൽ കെയർ കൊടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ്. അപ്പോൾ അത് നമ്മൾ സ്വയം വാലിഡേറ്റ് ചെയ്യും നമ്മൾ പറയുന്ന കാര്യങ്ങൾ. നിങ്ങൾ ഏറ്റവും വലിയ സന്തോഷം എന്താണ്? സന്തോഷം നമ്മൾ പറഞ്ഞത് ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോൾ നമുക്ക് ആർക്കും അറിയാത്ത ഒരു ആരിഫ് ഹുസൈൻ ഉണ്ടായിരിക്കും. എനിക്കറിയാം ഇങ്ങനെ കുറച്ച് ബോൾഡായിട്ടുള്ളൊരു മാസ്ക് ഫ്രണ്ടിൽ വെച്ചിട്ടുള്ള ഒരാളാണ്. റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ അവരങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും, ഉടനെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ അത് ഭയങ്കര ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവും. എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടൊക്കെ ബോധിപ്പിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഭയങ്കര വേസ്റ്റ് ഓഫ് ഒരു ടൈം ആൻഡ് എനർജി ആയിട്ടാണ് ഫീൽ ചെയ്യുക. ഒരു തവണയൊക്കെ ശ്രമിക്കും, 2 തവണ മാക്സിമം, അത് കഴിഞ്ഞാൽ വിടും. ഹൗ ഹാപ്പി ആർ യു ഇൻ ലൈഫ്? എന്തെങ്കിലും റിഗ്രറ്റ്സ് ഒക്കെ തോന്നാറ്? റിഗ്രറ്റ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിഗ്രറ്റ് ഉണ്ട്. അതെന്താ വെച്ചാൽ ഇപ്പോൾ ഇത്രയും സമയം സംസാരിച്ച സമയത്ത് എനിക്ക് തോന്നുന്നു മിസ്അണ്ടർസ്റ്റുഡ് ചെയ്തിട്ടുണ്ട് ആസ് എ പേഴ്സൺ, അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ആ ഒരു പെർസ്പെക്റ്റീവിൽ. നമ്മളിത് പറയുന്നതിൻ്റെ പേരിൽ നമ്മൾ ഒരു മനുഷ്യന് അല്ല. ഇപ്പോൾ നമ്മൾ സയനിസം എന്ന് പറയുന്നൊരു വിഷയം അതിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നീക്കൊരു മനുഷ്യനാണോടാന്ന് ചോദിക്കുന്നൊരു ചോദ്യമൊക്കെ വരും. അപ്പോൾ അവിടെ ആ ഒരു ഡീഹ്യൂമനൈസ് ചെയ്യുന്ന ഒരു അവസ്ഥ ഒരു സ്ഥലത്തുണ്ടാകുമ്പോൾ അവിടെ നമ്മൾ ഹ്യൂമനൈസ് ചെയ്യേണ്ട ഒരു എഫേർട്ട് നമ്മൾ എടുക്കേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾ റിയാക്ഷൻ വീഡിയോസ് പോലെ ചെയ്യുന്ന സമയത്ത് അത് സർക്കാസത്തിനേക്കാൾ ഇച്ചിരി കൂടെ ഒരു സ്ട്രോങ്ങർ രീതിയാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു രീതി പോകെ പോകെ വന്നതാണോ, അതോ അത് ദാറ്റ് ഈസ് യുവർ വേ ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ഇറ്റ് എന്നുള്ളതാണോ? ഇസ്ലാമിനെ ആരും വിമർശിക്കുന്നില്ല. വിമർശിക്കുന്നവർ മുഴുവൻ സംഘപരിവാറുകാരനായി മാറുന്നൊരു അവസ്ഥ, ഇതാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇനി അഥവാ വിമർശിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് എന്താണ്, എന്തിനാണ് ഇങ്ങനെ വിമർശിക്കുന്നത്, ഇച്ചിരി ബഹുമാനമൊക്കെ കൊടുത്തൂടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ നമ്മൾ ഈ 3 സാധനവും നമ്മൾ മറ്റു മതങ്ങളിൽ അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ക്രിസ്ത്യാനിറ്റീനെ വിമർശിച്ചാൽ നിങ്ങൾ ഒരിക്കലും സംഘപരിവാറുകാരനാവുന്നില്ല. നിങ്ങൾ ക്രിസ്ത്യാനിറ്റിയെ വിമർശിക്കുന്ന ഒരു യുക്തിവാദിയോ വല്ല അങ്ങനത്തെ വിളിയൊക്കെ നിങ്ങൾ കേൾക്കുള്ളൂ. അത് വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ വേറെ അത്തരത്തിലുള്ള മാന്യമായിട്ട് വിമർശിച്ചു ഇതൊന്നും അവിടെ സംഭവിക്കാറില്ല. പക്ഷേ ഈ മതത്തിന് അതുണ്ട്. അതേപോലെ തന്നെ അത് നല്ല ഭാഷയിൽ ചെയ്തോടെ എന്നുള്ള ചോദ്യം. പിന്നെ ഹിന്ദു മതത്തിനെയാണെന്നുണ്ടെങ്കിൽ ഒരു വിഷയമല്ല, സിനിമ വരെ എടുക്കാം, എന്തും ചെയ്യാം. അപ്പോൾ നിങ്ങൾ സിനിമ മാത്രം എടുത്ത് നോക്കുക. അപ്പോൾ അതിനകത്ത് എന്താണ് ഒരു പള്ളിയിൽ അച്ഛനെ കാണിക്കുന്നത് സിനിമയിൽ എത്രമാത്രം എന്താണ് കോമഡി ആയിട്ടാണ് മാറിയിരിക്കുന്നത്. അല്ല അവരുടെ ഭാഷ, അവരുടെ ആക്സൻറ്റ്, ഇതൊക്കെ വളരെ നോർമലൈസ്ഡ് ആണ് ഈ സിനിമ നമ്മളെടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അതവിടെ ഒരു പ്രശ്നമേ അല്ല. ട്രാൻസ് എന്ന് പറയുന്ന മൂവി വരുന്നു, ഇതെല്ലാം നമ്മൾ കണ്ടാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത് ഹിന്ദു മതത്തിലൊരു ഹോളി കൗ ഉണ്ടായിരുന്നു, ക്രിസ്ത്യാനിറ്റിയിലൊരു ഹോളി ലാമ്പ് ഉണ്ടായിരുന്നു, ഇസ്ലാമിലൊരു ഹോളി ക്യാമലുണ്ട്. ഓക്കെ, ഈ ഹിന്ദു മതത്തിലെ ഈ ഹോളി കാവ് ഇപ്പോൾ ഹോളിയൊന്നുമല്ല, അത് വെറും പശുവാണ്. ആ ഹോളിനെസ് പോയി. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണേലും അതിനെ വിമർശിക്കാം. ഗണപതി മിത്താണെന്ന് പറഞ്ഞാലും ആയിക്കോട്ടെ എന്ന് പറയും, ഇത്രയേ ഉള്ളൂ. പക്ഷേ അവർ തിരിച്ചിപ്പോൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അള്ളാഹു മിത്താണോ എന്നൊക്കെ. അത് എന്തുകൊണ്ടാണ്? ഹോളി കാവിനെ ഇപ്പോഴും ഈ ഹോളി ക്യാമലിന് ഇപ്പോഴും ഹോളി ക്യാമലായിട്ട് കൊണ്ടു നടക്കണോണ്ടാണ്. അപ്പോൾ ഇസ്ലാമിലെ പ്രശ്നം നമ്മൾ തിരിച്ചറിയാണ്. അതായത് ഇതിനകത്ത് ഈ ഒരു ഹോളിനെസ് ഇപ്പോഴും പോകുന്നില്ല. നിങ്ങൾക്ക് കുംഭമേള എന്നൊക്കെ വിളിക്കാം അല്ലേ, കുംഭമേള അവിടെ ഭയങ്കര പ്രശ്നം അത് എന്നൊക്കെ പറയും. കുംഭമേള എന്നേ നിങ്ങൾ പറയുള്ളൂ. പരിശുദ്ധ കുംഭമേള എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? പക്ഷേ നിങ്ങൾ ഹജ്ജ് കർമ്മം എന്നല്ലേ പറയുക, വിശുദ്ധ ഹജ്ജ് കർമ്മം എന്നേ നിങ്ങൾ പറയുള്ളൂ. അപ്പോൾ ആ ഒരു വിശുദ്ധ ഹോളിനെസ് വിടില്ല നമ്മൾ. അപ്പം ഹിന്ദു മതത്തിനില്ലാത്ത അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിക്ക് ഇല്ലാത്ത എന്ത് ഹോളിനെസ്സാണ് നമ്മൾ ഈ ഒട്ടകത്തിനുള്ളത്? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അതിനനുസരിച്ച് തന്നെ ഹെയ്റ്റും അതിൻ്റെ കൂടെ തന്നെ ഭീഷണിയും ഒക്കെ പ്രോബബ്ലി വരാനുള്ള സാധ്യതകൾ ഉണ്ട്. അത് എങ്ങനെയാണ്? അതാണ് ഇപ്പോൾ മുന്നേ പറഞ്ഞല്ലോ, അതായത് നമ്മളിത് പറയുമ്പോൾ എപ്പോഴും ഒരു മിഡിൽ ഗ്രൂപ്പിൽ നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. ഈ മിഡിൽ ഗ്രൂപ്പ് ആക്റ്റീവ് ആണെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ പണ്ട് ഫേസ്ബുക്കിൽ ഇടപെടുമ്പോൾ വിശ്വാസിയായിട്ടുള്ള ആളുകളുണ്ട്, അവിശ്വാസിയായിട്ടുള്ള ആളുകളുണ്ട്, നമ്മളെപ്പോലെ ഇത് അന്വേഷിക്കുന്ന ആളുകളുണ്ട്. ഈ അന്വേഷിക്കുന്ന ആളുകളാണ് ഈ റെസ്പോൺസസുമായിട്ട് വരുന്നത് കൂടുതലും. വിശ്വാസികൾ ഇത് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നും നിൽക്കില്ല, കാരണം അവരവരുടെ ജോലിയായിട്ട് അവരുടെ മേഖലയിൽ നിൽക്കുന്ന ആളുകളാണ്. അവിശ്വാസികളും അവരുടെ വഴിയിൽ പോവുകയാണ്. പക്ഷേ ഇതിനിടയിൽ നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട്, അവരാണ് പരസ്പരം അങ്ങോട്ട്. അപ്പം മനസ്സിലാക്കിയ ആളുകൾ
മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇതേപോലെ മറുപടി കൊടുക്കും, അവർക്ക് തിരിച്ച് മറുപടി കൊടുക്കും. അപ്പോൾ അതിൽ തെറിവിളി ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് എൻ്റെയും ഒരു കാര്യം. അപ്പോഴേ ഇത് വർക്കൗട്ട് ആവുള്ളൂ. കാരണം ഇപ്പം നിങ്ങൾ ഹിന്ദുമത വിമർശനം നടത്തിയ ഈ മിഡിൽ ഗ്രൂപ്പില്ല. അതുകൊണ്ടാണ് ആരും ഇതിനെ പ്രതികരിക്കാനൊന്നും പോകില്ല. ഒരു സാധനം ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ചില ഈ ക്രിസ്ത്യൻ മതത്തിൽ നിന്ന് പോന്നിട്ടുള്ള ചില സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരിങ്ങനെ നമ്മൾ ഈ കോയ കോളിങ് അതുപോലെയുള്ള പരിപാടിയൊക്കെ ചെയ്തപ്പോൾ അവർ പറഞ്ഞാൽ ഞങ്ങൾ കുഞ്ഞാട് കോളിംഗ് എന്ന് പറഞ്ഞ് തുടങ്ങുക. അവർ നമ്പറൊക്കെ പബ്ലിഷ് ചെയ്തു. ഒരു പട്ടിക്കുഞ്ഞ് പോലും വിളിക്കണില്ല. കാരണം ഇത് ഡിഫെൻഡ് ചെയ്യാൻ ആരെങ്കിലും വേണ്ടേ? അതായത് ഇങ്ങനെ ദൈവത്തെക്കുറിച്ച് ഒരുപാട് തോട്ട്സൊക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. പക്ഷേ മരിക്കാറാവുന്ന സമയത്ത് അദ്ദേഹം എഴുതിയതിൽ അള്ളാഹുവിൻ്റെ ഖജനാവിൽ സമയം വളരെ കുറവാണ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരു വിശ്വാസിയായി. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഭയങ്കര ഇതൊന്നും ഇല്ല കേട്ടോ എന്നൊക്കെ പറയുന്ന ഒരു കുറച്ച് പ്രായമാകുമ്പോൾ ഒരു 60-70 വയസ്സൊക്കെ ആകുമ്പോൾ തിരിച്ചില്ല ഇതൊക്കെ. അത് എങ്ങനെ ഒരു പേടിന്ന് വരുന്നതാണോ? അതിപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമാണ്. അതായത് ഇതൊരു ഇമോഷണൽ, അതുപോലെ ഒരു നമ്മൾ കോഗ്നേറ്റീവ്ലി നമ്മൾ സൗണ്ടായിട്ടിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ ഈ സെൽഫ് റിലയൻ്റ് ആയിട്ട് നിൽക്കുന്നത്, നമുക്ക് ഒരു അദൃശ്യ ശക്തിയുടെ അങ്ങനെ ഒരു ഹെൽപ്പ് വേണ്ടാത്തത്, ഇതൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നത് നമ്മൾ ഇമോഷണലി സൗണ്ട് ആയിരിക്കണം. നമ്മളെ കോഗ്നേറ്റീവ് കാപ്പബിലിറ്റീസ് അവിടെ ക്ലിയർ ആയിട്ടിരിക്കുമ്പോഴേ അത് പറ്റുള്ളൂ. അപ്പോൾ അതിനൊരു ഒരു പ്രശ്നം വന്നാൽ ഇത് നമുക്ക് പറ്റില്ല. എന്നുവെച്ചാൽ പ്ലാൻ ബി ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല. പ്ലാൻ എ തന്നെ കഷ്ടപ്പെട്ടായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്നത്, പിന്നെയുള്ള ബിയും സിയും ഒക്കെ. അപ്പോൾ അത് നമുക്ക് കഴിയാതെ വരുമ്പോൾ പിന്നെ ഉള്ള വഴി എന്താണ്? എന്നാൽ ഇനിയിപ്പോൾ ഒക്കെ ദൈവത്തിന് വിടാം എന്നുള്ളൊരു ലൈനിലേക്ക് പോകും. അപ്പോൾ അത് നമ്മളുടെ ഒരു ആ ഒരു ഇൻസെക്യൂരിറ്റി, ആ ഒരു അൺസർട്ടൈനിറ്റിയിലാണ് സത്യത്തിൽ ഈ ദൈവങ്ങൾ വീണ്ടും കടന്നു വരുന്നത്. അതാണ് നമ്മൾ വീണ്ടും പറയുന്നത്. അപ്പോൾ അതാണ് ഇനി ഇതിങ്ങനെ സംഭവിക്കാൻ നിങ്ങൾ പ്രായമാവണമെന്നൊന്നുമില്ല, നിങ്ങളുടെ തലയിലൊരു തേങ്ങ വീണാൽ മതി. ഇത് നമ്മുടെ ബ്രെയിൻ കെമിസ്ട്രിയാണ് ഈ സാധനം. പ്രായമാകുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ ബ്രെയിൻ അതിൻ്റെ കപ്പാസിറ്റി കുറയും. അത് മീൻസ് അത് ഷ്രിങ്ക് ചെയ്യും. അതിൻ്റെ ബ്രെയിൻ മാറ്ററിൽ വരുന്ന വ്യത്യാസങ്ങളുണ്ട്. ഇനിയിപ്പോൾ അസുഖങ്ങൾ കൊണ്ടാവാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളെ തിങ്കിങ്, കോഗ്നേറ്റീവ് എബിലിറ്റിയിൽ വ്യത്യാസം വരും. അപ്പോൾ സ്വാഭാവികമായിട്ടെന്ന് പറയാം. അതാണ് നമ്മളെപ്പോഴും പറയുന്നത്, നമുക്ക് അങ്ങനെ ഒരു കിളി പോകുന്നു എന്ന് നമുക്ക് തോന്നി അപ്പം നിർത്തുക പരിപാടി. അതാണ് ഏറ്റവും സേഫ്. ഇപ്പം സ്വാതന്ത്ര്യ ചിന്ത കൊണ്ടാണ് ഇവിടെ ഹോമോസെക്ഷൽസ് ഉണ്ടായത്. അത് നമുക്ക് കൗൺസിൽ ചെയ്ത് മാറ്റാം, അല്ലെങ്കിൽ നമുക്ക് കൺവേർഷൻ തെറാപ്പീസ് കൊടുക്കാം എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് എൻ്റെ താഴെ എൻ്റെ കൂടെ പണ്ട് പഠിച്ചൊരു കുട്ടി വന്നിട്ട് അങ്ങനെ കമൻറ്റ് ചെയ്തിരുന്നു. ഇത് സ്വതന്ത്ര ചിന്തയുടെ ഔട്ടർ പ്രൊഡക്റ്റാണ്, ബൈ പ്രൊഡക്റ്റാണ് എന്ന് പറഞ്ഞിട്ട്. ശരിക്കും എത്രത്തോളം ഹോമോസെക്ഷുവാലിറ്റീനെ സയൻസ് ബാക്ക് ചെയ്യുന്നുണ്ട്? ഇത് മനുഷ്യനുണ്ടായ അന്നുപോലുള്ളതാണ് ഹോമോസെക്ഷൽ. അത് എല്ലാ ജീവിവർഗത്തിലും ഉണ്ട് ഈ ഹോമോസെക്ഷൽ ആവുക എന്ന് പറയുന്നത്. പിന്നെ നമ്മളിത് എന്തുകൊണ്ട് ഇപ്പോൾ കൂടുതൽ കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വതന്ത്ര ചിന്തകർ വന്നുകൊണ്ടല്ല, സമൂഹം മാറുകയാണ്. സമൂഹം കുറേയും കൂടി ഓപ്പൺ ആകുമ്പോൾ ഇത്തരത്തിലുള്ള ഡിഫറൻസസിനെയും കൂടി നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാവുന്ന ഒരു കാലഘട്ടം വന്നപ്പോൾ അവർ ഇത് കൂടുതൽ ഓപ്പണായിട്ട് പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങളിങ്ങനെയാണ് എന്നുള്ള സാധനം പുറത്തറിയുന്നു എന്നുള്ളതാണ്. ആ അറിയുന്നതിൻ്റെ പേരിൽ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ആദിലാനൂറയൊക്കെ പ്രശ്നം നിങ്ങൾ അറിയില്ല. അപ്പോൾ അതൊക്കെ വരുന്നത് അങ്ങനെയാണ്. എന്നിട്ട് പോലും അവരെന്തെല്ലാം കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നു. അപ്പോൾ ഈ മതത്തിൻ്റെ കണ്ണിലൂടെയൊക്കെയാണ് പ്രത്യേകിച്ചും അതിനൊരു സിനാരി. ഇപ്പോൾ ഇസ്ലാമിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ബിൽഡിങ്ങിനെ മുകളിൽ നിന്നെടുത്ത് താഴേക്ക് ഇട്ട് കൊല്ലണം എന്നാണ് പറയുക. അപ്പോൾ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകളെ, അതാണ് അതിലെ നിയമം പറയുന്നത്. അപ്പോൾ അത് ശരിയാണോ? അതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഇത് അജ്ഞതയാണ് അടിസ്ഥാനപരമായിട്ട് ഇതിൻ്റെ പ്രശ്നമായിട്ട് വരുന്നത്. ഈ സാധനം എന്തോ ഒരു മോശമാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ് അവർക്കുള്ളത്. അതിൻ്റെ പേരിലാണത്. അപ്പോൾ അത് എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ വഴി. ആരിഫ് ഹുസൈൻ എന്ന മനുഷ്യൻ്റെ ഏറ്റവും വലിയ പേടി എന്താണ്? എൻ്റെ പേടി ഞാൻ പറഞ്ഞില്ല, കിളി എപ്പോൾ പോകുന്നുള്ളതാണ് നമ്മുടെ പേടി. കാരണം നമ്മൾ നമ്മളാക്കുന്നത് നമ്മളെ കിളി അവിടെ ഇരിക്കണോണ്ടാണ് അല്ലേ? അപ്പോൾ അത് നമ്മൾ വായ തുറന്ന് എന്തെങ്കിലും മണ്ടത്തരം പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ പോയി. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും നമുക്ക് ഏറ്റവും ഭയമുള്ള കാര്യം അതാണ്. അതുകൊണ്ട് അതിന് ഏറ്റവും കൂടുതൽ കെയർ കൊടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ്. അപ്പോൾ അത് നമ്മൾ സ്വയം വാലിഡേറ്റ് ചെയ്യും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ പറയുന്നത് ശരിയാണോ, അല്ലെങ്കിൽ അതിന് ഒരു നെറ്റ്വർക്ക് ഉണ്ട്, ആളുകൾ നമുക്ക് ഫീഡ്ബാക്ക് തരും, അങ്ങനെയുണ്ട്. അത് ഓൺഗോയിങ് ഒരു പ്രോസസ്സായിട്ടാണ് നമ്മളത് മാറ്റുന്നത്. പിന്നെ നമ്മളില്ലെങ്കിൽ ഇത് നിന്ന് പോരുത് എന്നുള്ളത് അങ്ങനെയുണ്ടല്ലോ. ഈ സാധനം തുടർന്ന് പോകണം. നമുക്ക് ശേഷം പ്രളയം എന്നുള്ളൊരു സാധനമല്ല. അപ്പോൾ ഇത് തുടർന്ന് പോകാനുള്ള വഴികൾ. അപ്പോൾ അത് കുറേ ആളുകൾ അങ്ങനെ ഒരു എംപവർ ചെയ്യുന്നൊരു സംഗതി കൂടി ഉണ്ടാക്കി വെക്കാനുള്ളത്. അപ്പോൾ ആ ഒരു സാധനം നമ്മളിതൊരു വഴി നമ്മൾ തുറന്നിടുന്നു. അത് ബാക്കിയുള്ള ആളുകൾക്കും അത് ചെയ്യാൻ പറ്റുന്നൊരു സാധനമായിരുന്നു. നമ്മളിത് എന്തോ ഭയങ്കര ഒരു യുണീക്കായിട്ടുള്ള സാധനമാണ്, ഇത് എനിക്ക് മാത്രം എന്തോ മുകളിൽ നിന്ന് കിട്ടിയത്, അങ്ങനെ നമ്മളിത് പ്രചരിപ്പിച്ചാൽ വലിയ അപകടമാണത്.
അല്ല ഇപ്പം ഞാനൊരു ചില സമയത്ത് ഞാൻ ആലോചിക്കണ്ട, ചിലപ്പോൾ നമ്മളിങ്ങനെ പണ്ട് പറഞ്ഞ ശീലത്തെ ചിലപ്പോൾ മുഹമ്മദ് നബി എന്നൊക്കെ പറഞ്ഞു, അപ്പോൾ ഉടനെ ആളുകൾ പറയാൻ എന്തപ്പോൾ പുതിയ നബി എന്നൊക്കെ പറയുന്നത് എന്ന് ചോദിക്കാം. കാരണം ഇത്രയും നാൾ അങ്ങനെയല്ല നമ്മളറിയാതെ പറഞ്ഞായിരിക്കുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞ മാതിരി അവരതുവരെ നോക്കും ആളുകൾ. അപ്പോൾ നമ്മളതാണ് ഇപ്പോൾ നോക്കുന്നത്. നമ്മൾ പറയുന്നതിൽ ഈ ഒരു ഹോളി ക്യാമൽ ഒരിക്കലും കടന്നു വരരുത്. അത് ഒരു 0.1% പോലും വരരുത്. വന്നാൽ പ്രശ്നമാണ്. വന്നാൽ അവർക്ക് പറയാനുള്ള ധൈര്യം കുറയുക ചെയ്യാം. അതായത് ഇത്രയും ഓപ്പണായിട്ട് ഇത്രയും പച്ചയ്ക്ക് പറയുന്ന എനിക്ക് പോലും പേടിയാണെങ്കിൽ പിന്നെ അവരുടെ കാര്യം പറയാനുണ്ടോ? പിന്നെ ഞാനെങ്ങനെ പറയും? ഇതാണ് അവർ ചിന്തിക്കുക. അപ്പോൾ അത് വരാൻ പാടില്ല. അപ്പോൾ അവരെ എംപവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് പരമാവധി ഇത് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു. അപ്പോൾ അതാണ് നമ്മളെ പേടി. ഇതാണ് കിളിയപ്പോൾ പോകുന്നുള്ളതാണ്. അത് എല്ലാ ദിവസവും നമ്മൾ കിളി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. നിങ്ങൾ ഏറ്റവും വലിയ സന്തോഷം എന്താണ്? സന്തോഷം നമ്മൾ പറഞ്ഞത് ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിൽ പറയാനുള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുന്നു, അത് ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതൊരു വലിയ സന്തോഷമാണ്. ആളുകൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നൊരു കാര്യമാണ് അത്. അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക എന്നുള്ളത് ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്നൊരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്കൊരു ജെനുവിൻ ആയിട്ടുള്ള ഒരു കൺസേൺ പോലും ആളുകളോട് പറയാൻ കഴിയില്ല. അവർക്കൊരു സഹായം വേണ്ട ഒരു ഘട്ടത്തിൽ അവർക്കത് പറയാൻ കഴിയില്ല. എന്നിട്ട് അവർ ജീവിതം അവസാനിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് വരെ പോകുന്നതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ നമ്മളുടെ വിഷമം എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ. അത് വിഷമമായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ എന്താണെങ്കിലും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളത്. ബാക്കിയൊക്കെ അതിൻ്റെ പിന്നാലെ വരുന്ന കാര്യങ്ങളാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം. അപ്പോൾ അതിലൂടെ നമുക്കൊരു വലിയൊരു സുഹൃത്ത് വലയം ഉണ്ടാവും. അത് വളരെ നമുക്ക് സപ്പോർട്ടീവായിട്ടുള്ള ജെനുവിനായിട്ടുള്ള ഒരു മ്യൂച്വലി നിലനിൽക്കുന്നൊരു സംഗതി. അപ്പോൾ അതൊരു വലിയൊരു സ്ട്രെങ്ത്തും ഒരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുകയാണ്. അതങ്ങനെ ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ. നിങ്ങളൊരു പൊളിറ്റിക്കൽ ബീയിങ് ആയിട്ടാണ് എല്ലാവരും കണ്ടിരിക്കണം. ആസ് എൻ എപ്പോഴും എന്താണോ കറക്റ്റ് എന്ന് തോന്നുന്നതിന് വേണ്ടി സംസാരിക്കുന്ന ഒരാളായിട്ടാണ്. അതല്ലാത്ത വേറെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്? സിനിമ, വായന, അങ്ങനെ? വായിക്കാൻ നേരത്തെയൊക്കെ പുസ്തകമൊക്കെ ഫുൾ ഇതൊന്നും വായിക്കലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വായിക്കാൻ അധികം സമയം കിട്ടാതെ തന്നെ ഓഡിയോ ബുക്സാണ് കൂടുതലും കേൾക്കുകയും, ഡ്രൈവിങ്ങിൻ്റെ ഇടയിലുള്ള പരിപാടികൾ. ഇപ്പോൾ അതാണ് കൂടുതലും ചെയ്യാറുള്ളത്. അതാണ് പ്രധാനപ്പെട്ട ഒരു. സിനിമ കാണുന്നതൊക്കെ ആഗ്രഹം ഉണ്ടാവാറുണ്ട്. പിന്നെ ചിലപ്പോൾ ഇങ്ങനെ പറയും ഇന്ന സിനിമ കണ്ട് റിവ്യൂ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുത്തിയിരുന്ന് കാണും. അങ്ങനെയാണ്. അല്ലാതെ ഇങ്ങനെ തിയേറ്ററിൽ പോവുക സിനിമ അതൊക്കെ പിന്നെ ഇപ്പോൾ ഈ ചില സുരക്ഷാ ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് കഴിയുന്നത് അത് ഒഴിവാക്കും. നേരത്തെയൊക്കെ അതും പോയിരുന്നു, അപ്പോൾ അതും കുറവാണ്. അല്ലെങ്കിൽ അതൊക്കെ ചെയ്യുമായിരുന്നു. കൂടുതലും ഈ പറയുന്ന സംഗതികളാണ് നമ്മൾ ചെയ്യാറുള്ളത്. പിന്നെ ഈ നല്ല നല്ല പോഡ്കാസ്റ്റുകൾ കേൾക്കും. അതൊരു കാരണം നമ്മളൊരു പുസ്തകം വായിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇൻസൈറ്റ് കിട്ടുക അത് കുറേ വായിച്ച ഒരാളൊരു കാര്യം പറയുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടും. അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളൊരു പുസ്തകം വായിച്ചിരുന്ന് നമുക്കൊരു 4 മണിക്കൂർ വേണം. പക്ഷേ ഒരു മണിക്കൂർ ഒരു സംസാരം നമ്മൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു എഫക്റ്റ് കിട്ടും. അപ്പോൾ അതൊക്കെ കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. പോഡ്കാസ്റ്റ് ഇപ്പോൾ ഒരു നല്ലൊരു വേ ഓഫ് ഒരു ലേണിംഗ് ആണത്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. നമ്മളെ ഷോൻ്റെ പേര് യു ഇൻ യു. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോൾ നമുക്ക് ആർക്കും അറിയാത്ത ഒരു ആരിഫ് ഹുസൈൻ ഉണ്ടായിരിക്കും. എനിക്കറിയാം ഇങ്ങനെ കുറച്ച് ബോൾഡായിട്ടുള്ളൊരു മാസ്ക് ഫ്രണ്ടിൽ വെച്ചിട്ടുള്ള ഒരാളാണ്. ബട്ട് സ്റ്റിൽ അത് എന്തായിരിക്കും അങ്ങനെ ചോദിച്ചാൽ, ലൈക്ക് ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഡിഗ് ചെയ്ത് പോയ വാട്ട് കൈൻഡ് ഓഫ് എ പേഴ്സൺ യു ആർ, ഹൗ ആർ യു ഇൻ റിലേഷൻഷിപ്സ്? അങ്ങനെ നമ്മളൊരു വളരെ എന്താ പറയുക, ആരെ ഉപദ്രവിക്കേണ്ടെന്ന് വിചാരിക്കുന്ന ഒരു ടീമാണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഒരാളിപ്പോൾ ഇനി ഇങ്ങോട്ട് ഉപദ്രവിക്കണം എന്ന് വിചാരിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളങ്ങനെ നിന്ന് കുറച്ച് ബഹളം ഉണ്ടാക്കി അതൊന്നുമില്ല. ഓരോരോ വഴിക്കങ്ങ് പോകുക എന്നുള്ള നമ്മളങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്നൊരു ആളാണ്. അങ്ങനെ പറയാനുള്ള കാര്യങ്ങൾക്കൊക്കെ പറയും, അതൊക്കെ ഉണ്ട്, ശരിയാണ്. കച്ചറയ്ക്ക് നിൽക്കാറില്ല, അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ ചിലപ്പോൾ അവരങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും, ഉടനെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ അത് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടാവും. അതൊരു പ്രശ്നം തന്നെയാണ്. പക്ഷേ നമുക്കിപ്പോൾ അങ്ങനെ നിൽക്കാനല്ലേ പറ്റുള്ളൂ. കുറച്ചൊക്കെ നമ്മൾ പറയും കാര്യങ്ങൾ, പക്ഷേ ഈ ക്വാറൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബഹളം ഉണ്ടാക്കുന്ന രീതിയിലേക്കൊന്നും നമ്മൾ റിലേഷൻഷിപ്പിലൊന്നും ഇതുവരെ പോയിട്ടില്ല. മുന്നേ പോയിട്ടില്ല, എപ്പോഴും ഇല്ല. അങ്ങനെയാണ്. അതാ ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ടാകും 2 കെട്ടി 3 കെട്ടി എന്നൊക്കെ പറഞ്ഞുള്ള ചില സാധനങ്ങളൊക്കെ അങ്ങനെയുണ്ട്, എന്നാൽ കേട്ടോ. അപ്പോൾ അതിലവർ ഞാൻ പറയുന്നത് അങ്ങനെ ആ മുൻ റിലേഷൻഷിപ്പിൽ പോലും ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളില്ല. അങ്ങനെ ഒരു ഭയങ്കര ഫൈറ്റ് ക്വാറൽ അങ്ങനെയാണ് വരിക. കൂടുതലും പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്ന കുടുംബക്കാരാണ്. അവരാണല്ലോ ഈ ഇതിനകത്ത് ഇടപെട്ട് കൊള്ളാക്കുന്ന ആളുകൾ. പിന്നെ ഈ മതത്തിൻ്റെ പ്രശ്നങ്ങൾ അതൊക്കെ കൂടി വരുമ്പോൾ അങ്ങനെയാണ് ഈ സാധനം കൊള്ളാകുന്നത്. അല്ലാതെ ആസ് പേഴ്സൺസ് നമ്മൾ നല്ല ഒരു കമ്മ്യൂണിക്കേഷനുള്ള സമയത്ത് തന്നെയാണ് നിൽക്കുന്നത്. ചിലപ്പോൾ അതിന് ശേഷം നമ്മൾ സംസാരിച്ചിട്ടൊക്കെ. അത് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു കച്ചറ ഉണ്ടാവാതിരിക്കുന്നത് അതുകൊണ്ടാണ്.
നമ്മൾ ഒഴിഞ്ഞു മാറി അങ്ങ് പോവും എന്നുള്ളതാണ്. അപ്പോൾ അത് ചിലപ്പോൾ അവർ ഗോസ്റ്റിംഗ് എന്ന് വല്ലതൊക്കെ വിളിക്കും, അതാണ് പ്രശ്നം. നമുക്കത് കച്ചറയാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അത് അങ്ങനെ തെളിയിക്കൽ എളുപ്പമല്ല. നമുക്കൊരാൾ പ്ലെയിനായിട്ടുള്ള കാര്യം കണ്ടിട്ട് മനസ്സിലാക്കാത്ത ഒരാളുടെ അടുത്ത് പോയി നമ്മളിനി കുത്തി കുത്തി പറഞ്ഞ് അത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടൊക്കെ ബോധിപ്പിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഭയങ്കര വേസ്റ്റ് ഓഫ് ഒരു ടൈം ആൻഡ് എനർജി ആയിട്ടാണ് ഫീൽ ചെയ്യുക. ഒരു തവണയൊക്കെ ശ്രമിക്കും, 2 തവണ മാക്സിമം, അത് കഴിഞ്ഞാൽ വിടും. അങ്ങനെയാണ്. യെസ്. ഹൗ ആർ യു ആസ് എ ഫാദർ? ഇപ്പോൾ ഒരു പാരൻറ്റിങ്ങിൻ്റെ കുറിച്ചൊക്കെ കുറച്ചും കൂടെ ധാരണയുള്ള ഒരാളാണ്. എങ്ങനെയാണെന്ന് കുറച്ച് എനിക്ക് തോന്നുന്നു പാരൻറ്റിങ്ങിലെ ബുദ്ധിമുട്ടുകളും അതേപോലെ ഇൻഡിപെൻഡൻ്റ് ആക്കണം എന്നുള്ളതും കൂടെ വിചാരിക്കുന്ന ഒരാളാണ്. സോ ഹൗ ആർ യു ആസ് എ പാരൻറ്റ്? ആസ് എ ഫാദർ സത്യം പറഞ്ഞ് നമ്മൾ കുട്ടികളോട് ഇത് ചോദിച്ചാൽ വളരെ മോശം പാരൻ്റ് ആണെന്ന് അവർ പറയും. പറയാൻ സാധ്യതയുള്ളൂ. എക്സ്പ്രസ് ചെയ്യാത്ത ആളാണ്. അതുകൊണ്ടല്ല, നമ്മൾ അവരെ അവർക്ക് എന്നെ കിട്ടിയിട്ടില്ല, എനിക്ക് അവരെയും കിട്ടിയിട്ടില്ല. മീൻസ് നമ്മൾ ഈ 2 റിലേഷനിലായിരുന്നപ്പോഴും കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ നമ്മൾ മാറിപ്പോകുന്ന, സെപ്പറേറ്റ് ആയി പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ പക്ഷേ അവർ എന്നാലും കുറേ കഴിയുമ്പോൾ തന്നെ താങ്ക് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഈ നല്ല പാരൻ്റ് ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവർ മുന്നിൽ പോയി അത് ചെയ്യുക, കോറലുണ്ടാക്കുക, ചെമ്പുകള, ഇതിനൊന്നും നമ്മൾ നിന്നിട്ടില്ല. അവരൊരു സേഫ് പ്ലേസിലാണ്, ഒരു ഉമ്മയുടെ കൂടെയാണ്, അവരവിടെ സമാധാനമായിട്ട് ജീവിക്കട്ടെ, അവർക്ക് വേണ്ട എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ചെയ്യാന്നുള്ളൊരു ലെവലിലാണ് നമ്മൾ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരൊരിക്കലും നമ്മളെ കുറ്റപ്പെടുത്തില്ല അങ്ങനെ ഒരു കാര്യത്തിൽ. ആ ഒരു കോറലൊന്നുണ്ടായിരുന്നു. ഈ ഫാമിലി ഡിസ്കോഴ്സാണ് ഭയങ്കര ട്രോമ. അതൊരു വലിയൊരു പ്രശ്നമാണത്. കാരണം നമ്മളൊക്കെ അത് കുറേ കണ്ടിട്ടുള്ളതായതുകൊണ്ട് ഒരു സിംഗിൾ പാരൻ്റിൻ്റെ കൂടെ ജീവിക്കുമ്പോഴും ഒരു ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമാണെങ്കിൽ അതാണ് കൂടുതൽ ബെനിഫിഷ്യൽ. അല്ലാതെ 2 പാരൻ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ച് അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ആ ഒച്ചയും ബഹളവും അത് കൂടുതൽ ട്രോമാറ്റിക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് അന്ന് നിന്നിട്ടില്ല. ഓക്കെ, പിന്നെ ഇതൊക്കെ കുട്ടികൾ വലുതാവുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നൊരു പ്രായമാകുമ്പോൾ അവരത് തിരിച്ചറിയട്ടെ എന്നുള്ളതാണ്. പക്ഷേ ഇനി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം കുട്ടികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അവരെ ഏത് രീതിയിലാണ്. കാരണം എന്നെ എൻ്റെ പാരൻസ് കണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. ചെറിയ പ്രായത്തിൽ വലിയ ആളുകളെ പോലെ കാണുന്നൊരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ അവരെ അങ്ങനെയാണ് കാണുള്ളായിരുന്നു. അല്ലാതെ അവരെങ്ങനെ എന്താ പറയുക, ഒരു ഹെലികോപ്റ്റർ പാരൻറ്റിങ് ഒന്നും ഇല്ല. അതാണല്ലോ ഏറ്റവും ഒരു പ്രോബ്ലമായിട്ട് ഞാൻ ഫീൽ ചെയ്യുന്നത്. നമുക്കൊന്നും അങ്ങനെ നമ്മളെ പാരൻസൊന്നും ഹെലികോപ്റ്ററേ അല്ല. നമ്മളെ പാരൻസൊക്കെ എനിക്ക് തോന്നുന്നു അവർ മറ്റേ റിമോട്ട് സെൻസിങ് പാരൻസ് പോലെയാണ്. അവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ കംപ്ലീറ്റ്ലി മോണിറ്ററിങ് അങ്ങനെ പരിപാടിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ പറ്റിക്കാൻ വേണ്ടി നമ്മളൊരു കാര്യം ചെയ്യേണ്ടി വന്നിട്ടില്ല. അങ്ങനെയുണ്ടല്ലോ, അവർക്കറിയാം നമ്മളെങ്ങനെയാണ്, നമുക്കറിയാം അവർ ഇങ്ങനെയാണ്. അപ്പോൾ എന്താണോ അങ്ങനെ. ഹൗ ഹാപ്പി ആർ യു ഇൻ ലൈഫ്? എന്തെങ്കിലും റിഗ്രറ്റ്സ് ഒക്കെ തോന്നാറ്? റിഗ്രറ്റ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിഗ്രറ്റ് ഉണ്ട്. അതെന്താ വെച്ചാൽ നമുക്ക് ഈ ബോധമൊക്കെ വരുന്നതിന് മുന്നേ ഈ സൊസൈറ്റിയുടെ പ്രഷറിലും സൊസൈറ്റിയെ താല്പര്യം, അവരുടെ കാര്യങ്ങൾ അതിനനുസരിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങൾ പണ്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഇൻക്ലൂഡിങ് ഈ പറയുന്ന ഈ റിലേഷൻഷിപ്സൊക്കെ അങ്ങനെയാണ്, ഈ കല്യാണം ആയാലും ഒക്കെ. അതായത് നമുക്ക് ഇതിനൊരു വെളിപാടൊക്കെ വരുന്നതിന് മുന്നേ നമ്മളിതൊക്കെ ചെന്ന് ചെയ്ത് ഇതെല്ലാം കൈകൊള്ളുന്ന ഒരു അവസ്ഥയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും ഇത് കുറച്ചുകൂടിയൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ചെയ്യണം. ഇപ്പോൾ ആളുകളൊക്കെ നമ്മളോട് ചോദിക്കുമ്പോഴൊക്കെ ഞാൻ പറയുന്നതാണ്, ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും നമ്മൾ പറയുന്നത് നിങ്ങൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതില്ല, നമുക്കൊക്കെ അതിനൊക്കെ മുന്നെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. നമ്മൾ ചിന്തിക്കണം എന്താ അവരുണ്ടല്ലോ ഇവരുണ്ടല്ലോ ഇനി നമുക്കും കുറച്ചുണ്ടല്ലോ, അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചാക്കാം, ഇങ്ങനെയൊക്കെയാണ് ആളുകൾ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ പിന്നീടാണ് മനസ്സിലാണ് അങ്ങനെയല്ല, ഒരു ഇൻഡിപെൻഡൻസ് ഒരു വലിയ പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോഴാണ് ഈ സാധനങ്ങൾ നിലനിൽക്കുള്ളൂ. ഹൗ ഹാപ്പി ആർ യു ഇൻ ലൈഫ്? ഇപ്പോൾ വളരെ സന്തോഷം, ഹാപ്പി, സ്വസ്ഥം, സുഖം, സുന്ദരം. അതെ. ഇപ്പോൾ ഇത്രയും സമയം സംസാരിച്ച സമയത്ത് എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ആൾക്കാർ മിസ്അണ്ടർസ്റ്റുഡ് ചെയ്തിട്ടുണ്ട് ആസ് എ പേഴ്സൺ, അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ആ ഒരു പെർസ്പെക്റ്റീവിൽ? അല്ല, നമ്മൾ പറയുന്നത് നമ്മളൊരു എഡ്യൂക്കേറ്റീവ് പ്രോഗ്രാമാണല്ലോ നടത്തുന്നത്. അപ്പം ഞാൻ എന്തെന്നുള്ളത് ഇവിടെ പ്രസക്തമല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു AI വോയിസ് വെച്ചിട്ടാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ പോലും പറയുന്ന കാര്യങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. നമ്മളിങ്ങനെ ആയതുകൊണ്ട് നിങ്ങളത് എടുത്തോളണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ഇതിനകത്തേക്ക് കൊണ്ടുവരുന്ന കാര്യമേ ഇല്ല. ഞാനിനി എത്ര പാവമായിക്കോട്ടെ, എത്ര ഭീകരനായിക്കോട്ടെ, എന്നാലും പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ, ഇതാണ് വിഷയമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തെറ്റുണ്ടോ നുണയാണോ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് ഇപ്പം ഒരു ടീച്ചർ പഠിപ്പിക്കുമ്പോൾ ടീച്ചർ എന്തെന്നുള്ളത് അവിടെ വിഷയമാവുന്നുണ്ടോ? പഠിപ്പിക്കുന്ന വിഷയം അല്ലേ പ്രശ്നമാവുന്നുള്ളൂ. കെമിസ്ട്രി എഴുതുമ്പോൾ ഫോർമുല തെറ്റുണ്ടെന്നുള്ളതല്ലേ പ്രശ്നമാവുന്നുള്ളൂ. ടീച്ചർ കൊടുത്ത സാരി മര്യാദയ്ക്കാണോ അല്ലയോ എന്നുള്ളത് ഒരു വിഷയമേ അല്ല. പറഞ്ഞിട്ട് വന്ന് പഠിപ്പിച്ചാലും കെമിസ്ട്രിയിലെ ഫോർമുല കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. എന്ന് പറഞ്ഞ മാതിരി നമ്മൾ പറയുന്ന കാര്യം ശരിയാണോ തെറ്റാണോ,
എന്നുള്ളത് മാത്രമാണ് അതിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ ഒരു ചെറിയ എലമെൻറ്റ് അത് ഈ നമ്മൾ കാണുന്ന ഒരു ഡീഹ്യൂമനൈസ് ചെയ്യുന്നൊരു അവസ്ഥയുണ്ട്. അപ്പോൾ നമ്മളിത് പറയുന്നതിൻ്റെ പേരിൽ നമ്മൾ ഒരു മനുഷ്യനെ അല്ല, ഇപ്പോൾ നമ്മൾ സയനിസം എന്ന് പറയുന്നൊരു വിഷയം അതിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നീക്കൊരു മനുഷ്യനാണോടാന്ന് ചോദിക്കുന്നൊരു ചോദ്യമൊക്കെ വരും. അപ്പോൾ അവിടെ ആ ഒരു ഡീഹ്യൂമനൈസ് ചെയ്യുന്ന ഒരു അവസ്ഥ ഒരു സ്ഥലത്തുണ്ടാകുമ്പോൾ അവിടെ നമ്മൾ ഹ്യൂമനൈസ് ചെയ്യേണ്ട ഒരു എഫേർട്ട് നമ്മൾ എടുക്കേണ്ടി വരും. അതിന് ഇങ്ങനെയുള്ള സംസാരങ്ങൾ നല്ലതാണ്. അതിന് ഇങ്ങനെയുള്ള ചില നമ്മൾ പേഴ്സണൽ മൊമെൻറ്റ്സ് നമ്മൾ പറയുന്നു, നമ്മളുടെ എന്തെങ്കിലും ചിത്രങ്ങൾ ഷെയർ ചെയ്യുന്നതൊക്കെ അതിന് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അത് മനുഷ്യനാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സോഫ്റ്റ് കോർണറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വീക്ക്നെസ്സോ അല്ലെങ്കിൽ നമ്മൾ വേറൊരു ആളാണെന്ന് കാണിക്കേണ്ട അങ്ങനെ ഒരു അവസ്ഥ വരുന്നില്ല. അത് നമ്മളുടെ ഇഷ്യൂ ആയിട്ട് വന്നിട്ടില്ല. ഇപ്പോൾ ഒരു സ്കൂളിൽ ഹിജാബ് ഇട്ടത് കാരണം ഒരു കുട്ടിക്ക് ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് ആ കുട്ടി പഠിത്തം നിർത്തി. അപ്പോൾ അതിൽ എന്തായിരുന്നു ആരിഫിൻ്റെ പേഴ്സ്പെക്റ്റീവ്? പഠിത്തം നിർത്തിയിട്ടില്ല, അത് ഒരു സ്കൂളിൽ മാറി, അത്രേ ഉള്ളൂ. നമ്മൾ ജീവിക്കുന്ന ഒരു ഫ്രീ മാർക്കറ്റ് സൊസൈറ്റിയിലാണ്. നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ പാരൻസ് ഒരു സ്കൂളിൽ ചേർക്കാൻ നോക്കുന്ന സമയത്ത് അവർ നോക്കിയത് മതവിദ്യാഭ്യാസം കിട്ടുന്ന സ്കൂൾ ഏതാണ്. അപ്പോൾ വസ്ത്ര സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യത്ത് തന്നെയാണ് യൂണിഫോമും ഉള്ളത്. ഇപ്പോൾ പോലീസുകാരും പറയുകയാണ് എനിക്ക് വസ്ത്ര സ്വാതന്ത്ര്യം ഉണ്ട്, ഞാൻ നാളെ ജുബയും പാൻറ്റും ഇട്ടിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. അപ്പോൾ ആ യൂണിഫോം ഇടണമെന്ന് നമുക്കറിയാം. സ്കൂളിലൊരു യൂണിഫോമിനെ അത് പാലിക്കണ്ടേ? അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ? ഇതിനകത്തേക്ക് മതം തിരികേണ്ട ഒരു ആവശ്യം പോലും ഇല്ല. പക്ഷെ നമ്മളെ കൊണ്ട് തിരിച്ചത് ഇവരാണ്. പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അത് സംഗി മങ്കി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല, നമ്മൾ പറയും. അതാണ്. അപ്പോൾ ആരാ ഇതിന് ഇറങ്ങി തിരിച്ചത്? ഇപ്പോൾ ഒരു കത്ത് വരെ വന്നിട്ടുണ്ട്, ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ട്, അത് അവരുടെ പദ്ധതിയാണെന്ന് പറയുന്നത്. അപ്പം വാട്ട് ഹാപ്പൻഡ്, ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഇത് പ്രശ്നം ഉണ്ടാക്കണമെന്ന് നിർബന്ധമുള്ള ആളുകൾക്ക് അതിനുള്ള അവസരം ഇവിടെ തന്നെ ഉണ്ട്. സോ അതിനിപ്പോൾ നമ്മൾ പറഞ്ഞോ പറയാതിരുന്നോ എന്നുള്ളതെന്നല്ല വിഷയം. അവരുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് അത്തരത്തിലുള്ളതാണ്. അതാണ്. ഇപ്പോൾ ഈ ടെററിസത്തിനെ കുറിച്ച് എപ്പോഴും വോക്കലായിട്ടുള്ള ഒരാളാണിത്. അതിനെക്കുറിച്ച് ന്യൂട്രലൈസ് ചെയ്യാനുള്ള ഒരു ശ്രമവും നടക്കാറുണ്ട്. അതായത് അതങ്ങനെയൊന്നും അല്ല, ടെററിസം അതിനെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ശരിക്കും അതിനെ പറ്റിയുള്ളൊരു പേഴ്സ്പെക്റ്റീവ് എന്താണ്? ഈ ടെററിസത്തെക്കുറിച്ച് നമ്മൾ പറയാൻ മാത്രമല്ല, ഇന്ത്യയിൽ നടക്കുന്ന ഈ കൗണ്ടർ ടെററിസം ആക്ടിവിറ്റിയിൽ നമ്മളൊരു ചെറിയ ഭാഗം കൂടിയാണ്. അതിൻ്റെ ഒരു ഒഫീഷ്യൽ രൂപത്തിലല്ലെങ്കിൽ പോലും ഒരു എന്താ പറയുക, ഒരു സിറ്റിസൺ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് വളരെ കുറച്ച് ആളുകളാണ് ഇതിനകത്ത് ഏർപ്പെട്ടിട്ടുള്ളൂ, നമ്മളതിനകത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് ആളുകൾ, ഇപ്പോൾ ഇസ്ലാമിക് ടെററാണ് പറയുന്നുണ്ടെങ്കിൽ അതുമായി കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ആളുകളെ റാഡിക്കലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റിയിൽ നമ്മൾ ഭാഗമാണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആളുകളുടെ ഇടയിൽ ടെററിസം എന്ന് പറയുന്ന സാധനം എല്ലാ ടെററിസത്തിനും അവർ ഡൗൺ പ്ലേ ചെയ്യുന്നില്ല. ഇസ്ലാമിക് ടെറർ വരുമ്പോഴാണ് പ്രശ്നമുള്ളൂ. ഇപ്പം ഇപ്പോൾ ബാബറി മസ്ജിദ് പൊളിച്ചത് ഒരു ഹിന്ദു ടെററാന്ന് പറയാൻ ആർക്കും ബുദ്ധിമുട്ടില്ല. അതേസമയം പഹൽഗാം അറ്റാക്ക് ഒരു ഇസ്ലാമിക് ടെററാണെന്ന് പറയുമ്പോൾ ഉടനെ പറയും തീവ്രവാദത്തിന് മതമില്ല എന്ന്. അതാണ് ഇതിലെ ഇരട്ടത്താപ്പ് എന്ന് പറയുക. അപ്പം നമ്മളുടെ പണി എന്ന് പറയുന്നത് എല്ലാ തീവ്രവാദവും അത് ഏത് അടിസ്ഥാനത്തിൻ്റെ പുറത്താണോ നിൽക്കുന്നത് അത് അതേപോലെ പച്ചയ്ക്ക് പറയണം. പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണെന്നാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡൗൺ പ്ലേ ചെയ്യുന്ന ഓരോ അവസരവും നമ്മൾ തുറന്നു കാണിക്കും. അത് ചെയ്യുന്നുണ്ട് ഇവിടെ. അതൊരു വലിയ പ്രശ്നമാണ്. അത് പ്രത്യേകിച്ച് ഇവിടുത്തെ ഈ ലിബറൽ വശങ്ങൾ എന്നൊക്കെ പറയുന്ന ആളുകളാണ് കൂടുതൽ അത് ചെയ്യുന്നത്. അതൊരു വലിയ പ്രോബ്ലം തന്നെയാണ് അത് ഡൗൺ പ്ലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഇത്രയും സമയം സംസാരിച്ചതിന്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ ആയിരുന്നു. എനിക്ക് കുറച്ചും കൂടെയൊക്കെ ആരിഫിനെ മനസ്സിലാക്കാൻ പറ്റി എന്ന് ഞാൻ വിചാരിക്കുന്നു. ദാറ്റ് ലൈക്ക് ഒരു ഓൺ സ്ക്രീൻ കാണുന്നതിനെക്കാട്ടിലും കൂടുതൽ. അപ്പോൾ കിളി പെട്ടെന്ന് പോവാതിരിക്കട്ടെ. ഒരുപാട് കാലം ആ ഒരു വിഷൻ എന്താണ് അവിടേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. വെൽക്കം. താങ്ക് യു.